നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്താ പ്രഭാതത്തിലേക്ക് കടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം അന്വേഷിക്കാൻ ഏതായാലും KPCC പുതിയ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയരുന്ന എല്ലാ ആരോപണങ്ങളും ഈ സമിതി അന്വേഷിക്കും. ഏതായാലും MLA സ്ഥാനം തൽക്കാലം രാജിവെക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പാർട്ടിയുടെ നിലവിലെ തീരുമാനം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന് പകരക്കാരനെ കണ്ടെത്താനുള്ള ചർച്ചകളെല്ലാം തന്നെ പാർട്ടിക്കുള്ളിൽ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് എത്താം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധം ശക്തം. ആരോപണങ്ങൾ അന്വേഷിക്കാൻ സമിതിയെ നിയോഗിച്ച് KPCC. യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനായുള്ള ചർച്ചകൾ സജീവം. പാലക്കാട്ടെ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് രാഹുലിന് നഗരസഭയുടെ കത്ത്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികൾ ഇന്ന് വീണ്ടും സുപ്രീം കോടതിയിൽ. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിൽ 13,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അമിത്ഷാ കൊച്ചിയിൽ BJP സംസ്ഥാന നേതൃയോഗം ഉദ്ഘാടനം ചെയ്യും. പീരുമേട് MLA വാഴൂർ സോമന്റെ സംസ്കാരം ഇന്ന് 11 മണി മുതൽ വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിൽ പൊതുദർശനം. സംസ്കാരം വൈകിട്ട് 4 മണിക്ക് പഴയ പമ്പനാറിലുള്ള SK ആനന്ദൻ സ്മൃതി മണ്ഡപത്തിന് സമീപം. ബിസിനസ് വഞ്ചന കേസിൽ ഡൊണാൾഡ് ട്രംപിന് ആശ്വാസം. പിഴ ചുമത്തിയ $454 മില്യൺ ഒഴിവാക്കി. സമ്പൂർണ്ണ വിജയമെന്ന ട്രംപ്. വിധിക്കെതിരെ റിവ്യൂ ഹർജി നൽകുമെന്ന് ന്യൂയോർക്ക് അറ്റോർണി ജനറലിന്റെ ഓഫീസ്. കൊല്ലം ജില്ലയിൽ പകർച്ചവ്യാധികൾ പടരുന്നു. 4 ദിവസങ്ങളിലായി ജില്ലയിൽ പനി ബാധിച്ചു മരിച്ചവരുടെ എണ്ണം 7 എങ്ങുമെത്താതെ പ്രതിരോധ നടപടികൾ. ായ ആരോപണം അന്വേഷിക്കാൻ സമിതിയെ നിയോഗിച്ച് KPCC. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന എല്ലാ ആരോപണങ്ങളും ഈ സമിതി അന്വേഷിക്കും. MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നാണ് പാർട്ടിയുടെ നിലവിലെ തീരുമാനം. അതേസമയം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ചർച്ചകളും സജീവമാണ്. ഇന്നും രാഹുലിനെതിരെ പ്രതിഷേധം ശക്തമാക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആതിര, ഏതായാലും പ്രതിഷേധം വളരെ ശക്തമായി തന്നെ തുടരുകയാണ്. അതിനിടെ MLA സ്ഥാനം തൽക്കാലം രാഹുൽ രാജിവെക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. ഇപ്പോൾ ഈ ആരോപണങ്ങളെല്ലാം തന്നെ കൃത്യമായി അന്വേഷിക്കാൻ ഒരു സമിതിയെയും KPCC നിയോഗിച്ചിട്ടുണ്ടല്ലോ. കാർത്തിക, നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയർന്നിട്ടുള്ള ഈ ആരോപണങ്ങളൊക്കെ തന്നെ അന്വേഷിക്കാൻ സംഘടന ഒരു സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ്. ഈ KPCC ആണ് ഈ ഒരു സമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. ഈ സമിതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ ഉടൻ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഈ ഉയരുന്ന ആരോപണങ്ങൾ എല്ലാം തന്നെ അന്വേഷിക്കും. ഇത്തരത്തിൽ പേര് പറയാതെയാണ് ഒരു നടി ഇത്തരത്തിൽ യുവ നേതാവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതിനുശേഷം മറ്റു പലരും ഇത്തരത്തിൽ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നു. അതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേര് ഇതിൽ ഉയർന്നു വരുന്നത്. അതിനുശേഷം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചെങ്കിലും നിലവിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് പാർട്ടിയുടെ നിലപാട്. അതുപോലെ തന്നെ ഈ മുകേഷ് ഇപ്പോഴും MLA ആയി തുടരുന്ന അതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിനെ ഈ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആരോപണത്തെ പ്രതിരോധിക്കാനാണ് നിലവിൽ പാർട്ടിയുടെ തീരുമാനം. ഏതായാലും അതിനോടൊപ്പം തന്നെ ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയ പേരുകൾ, അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയ ആളുകൾ വരേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നിലവിൽ സജീവമായി തുടരുകയാണ്. അബിൻ വർക്കി, അരുത ബാബു, വിഷ്ണു സുനിൽ, അനുതാജ്, വൈശാഖ് എസ് ദർശൻ, OJ ജനീഷ്, ഷിബിന എന്നിവരാണ് നിലവിൽ വൈസ് പ്രസിഡന്റുമായി തുടരുന്നത്. ഇവരിൽ ആർക്കെങ്കിലും ആയിരിക്കും സാധ്യത എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. അബിൻ വർക്കിക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. പക്ഷേ സാമുദായികപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഒരുപക്ഷെ അബിൻ വർക്കിക്ക് ഈ ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ലഭിക്കാതെ വരാം. അതിൽ പാർട്ടിക്കകത്ത് വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് ഉയരുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു സമയത്ത് തന്നെ സംഘടനാതലത്തിൽ രാഹുലിനൊപ്പം ഉയർന്നു വന്ന ആളാണ് അബിൻ വർക്കി. അതുകൊണ്ട് തന്നെ ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം അബിൻ വർക്കിക്ക് നൽകണമെന്ന പാർട്ടിക്കുള്ളിൽ തന്നെ പലരും ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്. ഏതായാലും നിലവിൽ ഇത്തരത്തിൽ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമായി തുടരുകയാണ്. അതുപോലെ തന്നെ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉടൻ കേസെടുക്കേണ്ടതില്ല എന്നൊരു കാര്യമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇപ്പോൾ നിലവിൽ പരാതി ലഭിച്ചിരിക്കുന്നത് മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. പക്ഷേ ഈ ഇത്തരത്തിൽ മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുക്കുകയാണെങ്കിൽ അത് കോടതിയിലെത്തുമ്പോൾ മതിയായ തെളിവുകളില്ല. കോടതിയിൽ അത് തിരിച്ചടിയാകുമെന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസ് എടുക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലിരിക്കുന്നത്. പരാതിയുമായി പോലീസിനെ സമീപിക്കുകയാണെങ്കിൽ മാത്രം കേസെടുക്കാമെന്നാണ് നിലവിലെ തീരുമാനം.
ശരി ആതിര, ഏതായാലും ആരോപണങ്ങൾ കൃത്യമായ അന്വേഷണ നടപടിയിലേക്ക് കടക്കാമെന്ന് തന്നെയാണ് KPCCയുടെ തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പുതിയ അന്വേഷണ സമിതിയെ രൂപീകരിച്ചിരിക്കുന്നതും. ആതിരയാണ് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര തുടരുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെത്തും. 13,000 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് പ്രധാനമന്ത്രി ബീഹാറിൽ മറുപടി നൽകിയേക്കും എന്നാണ് സൂചന. പശ്ചിമ ബംഗാളിലും പ്രധാനമന്ത്രി എത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഉയരുന്ന ആരോപണങ്ങൾക്ക് പ്രധാനമന്ത്രി എന്ത് മറുപടിയാകും നൽകുക ബീഹാറിൽ എന്ന് തന്നെയാണ് ഇവരും ഉറ്റുനോക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീകാർത്തിക, രണ്ട് പരിപാടികളാണ് പ്രധാനമന്ത്രിക്ക് ഇന്നുള്ളത്. ഒന്ന് ബീഹാറിലും ഒന്ന് പശ്ചിമ ബംഗാളിലുമാണ്. രാവിലെ ബീഹാറിലെ ഗയയിലാണ് പരിപാടി. 13,000 കോടി രൂപയുടെ പദ്ധതിയാണ് ബീഹാറിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിൽ റെയിൽവേ പദ്ധതികളുണ്ട്, ഒപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികളുണ്ട്, ഊർജ്ജ പദ്ധതികളുണ്ട്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള പദ്ധതികളാണ് പ്രധാനമായും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം പശ്ചിമ ബംഗാളിലേക്ക് പോകുന്നത്. പശ്ചിമ ബംഗാളിൽ 5200 കോടി രൂപയുടെ പദ്ധതിയാണ് ഉദ്ഘാടനം ചെയ്തതിൽ പുതിയ മെട്രോ സ്റ്റേഷനുകൾ, പുതിയ മെട്രോ സർവീസുകൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മെട്രോ സർവീസുകളൊക്കെ ഒപ്പം തന്നെ ഇതെല്ലാം തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രണ്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സ്ഥലത്തേക്കാണ് പ്രധാനമന്ത്രി നേരിട്ടെത്തുന്നത്. അതിലേറ്റവും ശ്രദ്ധേയം ബീഹാർ തന്നെയാണ്. കാരണം രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ പര്യടനം തുടരുന്നു. അതോടൊപ്പം തന്നെ ബീഹാറിൽ നിന്ന് തന്നെയാണ് BJPക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും വോട്ടർ പട്ടിക ക്രമക്കേടും വോട്ട് മോഷണവും എല്ലാം തന്നെ വലിയ രീതിയിൽ ആരോപിക്കുകയും ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇതിന് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുള്ള മറുപടിയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നേരത്തെ തന്നെ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാത്ത പ്രതിപക്ഷത്തിന്റെ നിലപാടായി മാത്രമേ ഇത്തരം ആരോപണങ്ങളെ കാണാൻ കഴിയൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, അനധികൃതമായി നിരവധി ആളുകൾ ഈ വോട്ടർ പട്ടികയിലുണ്ട്. അവരെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് SIR അടക്കം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. അത് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യും. മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ സ്വാഭാവികമായി കഴിഞ്ഞ ദിവസമാണ് പാർലമെന്റ് സമ്മേളനം അവസാനിച്ചത്. അതിനു മുൻപുള്ള ദിവസങ്ങളിൽ പൂർണ്ണമായും സഭാ സമ്മേളനം തടസ്സപ്പെടുന്ന തരത്തിലേക്ക് തന്നെ ചില ദിവസങ്ങളിൽ എത്തുകയും ചെയ്തു. ഒപ്പം തന്നെ അതിശക്തമായ പ്രതിഷേധം വരുന്നു. സഭയുടെ നടുത്തളത്തിലേക്ക് പ്രതിപക്ഷം ഇറങ്ങുന്ന സാഹചര്യം, പ്ലക്കാർഡുകളുമായി ഇറങ്ങുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായതാണ്. അക്കാര്യങ്ങളിലെല്ലാം തന്നെ ജനാധിപത്യ സംവിധാനത്തെ അവഹേളിക്കുന്ന നിലപാടുണ്ടെന്ന് BJPയുടെ മന്ത്രിമാരും ഒപ്പം തന്നെ സ്പീക്കറുമൊക്കെ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും പ്രധാനമന്ത്രി അതിശക്തമായ വിമർശനം പ്രതിപക്ഷത്തിനെതിരെ ഉയർത്താനുള്ള ഒരു സാധ്യത കൂടി നമ്മൾ കാണുന്നുണ്ട്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം അധികം പദ്ധതികൾ. പ്രശാന്ത്, അതോടൊപ്പം തന്നെ ഈ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികൾ എന്ന സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീകാർത്തിക, സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത്. ഒരു കൂട്ടം ഹർജികൾ സുപ്രീം കോടതിക്ക് മുൻപിലുണ്ട്. നേരത്തെ ഈ ഹർജികൾ പരിഗണിക്കുമ്പോൾ കൃത്യമായ നിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നൽകിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, എന്തുകൊണ്ട് വോട്ടർ പട്ടികയിൽ, അതായത് 65 ലക്ഷം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായി ആരോപണം നിലനിൽക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സുപ്രീം കോടതി പറഞ്ഞത്. ആ ആരോപണങ്ങൾ കഴമ്പുണ്ടെങ്കിൽ അത് പുനഃപരിശോധിക്കപ്പെടേണ്ടതാണ്. മാത്രമല്ല, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്, അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച വിശദമായ വിശദീകരണവും ഒപ്പം തന്നെ അത് വോട്ടറെ അറിയിക്കുകയും മറ്റു നടപടികളിലേക്ക് പോകുകയും വേണം. ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട പുനഃപരിശോധന നൽകാനുള്ള അപേക്ഷയും പരാതിയൊക്കെ നൽകാനുള്ള സൗകര്യം ഒരുക്കണമെന്നുള്ളത് ആധാറിന്റെ കോപ്പിയോടുകൂടി തന്നെ ഈ അപേക്ഷ നൽകാമെന്നുള്ളതാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. മാത്രമല്ല, പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണം, BLOമാരുടെ ഓഫീസിന് മുന്നിലുണ്ടാകണം. ഇങ്ങനെ കൃത്യമായ നിർദ്ദേശങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. അതിന്റെ വിലയിരുത്തലിന് വേണ്ടി തന്നെയാണ് ഇന്ന് വീണ്ടും ഹർജി പരിഗണിക്കുമെന്ന് സുപ്രീം കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹർജി വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കുന്നത്. സ്വാഭാവികമായും അക്കാര്യത്തിൽ ഇനി ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി അറിയിക്കും. ശ്രീകാർത്തിക, ശരി. ഡൽഹിയിൽ നിന്നും KK പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ കൊച്ചിയിലെത്തി. രാവിലെ 10-ന് പാലാരിവട്ടം റിനൈ ഹോട്ടലിൽ നടക്കുന്ന BJP സംസ്ഥാന നേതൃയോഗം അമിത് ഷാ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവദേക്കർ, സഹപ്രഭാരി അപരാജിത സാരംഗി, സംസ്ഥാന കോർ കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന ഭാരവാഹികൾ, സംസ്ഥാന വക്താക്കൾ അടക്കമുള്ള മുതിർന്ന കാര്യകർത്താക്കളാണ് സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. വാഴൂർ സോമൻ MLA മൃതദേഹം ഇടുക്കി വണ്ടിപ്പെരിയാറിലെ വീട്ടിലെത്തിച്ചു. രാവിലെ 11 മണിക്ക് വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 4 മണിക്ക് പഴയ പമ്പനാറിലുള്ള SK ആനന്ദൻ സ്മൃതി മണ്ഡപത്തിന് സമീപം സംസ്കാര ചടങ്ങുകൾ നടക്കും. വിശദാംശങ്ങളുമായി MC ബോബൻ ചേരുകയാണ് ഇടുക്കിയിൽ നിന്നും. ബോബൻ, ഇന്നിപ്പോൾ വീട്ടിലെത്തിച്ച ശേഷം
അന്തിമോപചാരം അർപ്പിക്കാനായി ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ടോ? ഒപ്പം തന്നെ പൊതുദർശനം അടക്കമുള്ള മറ്റ് ക്രമീകരണങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീകാർത്തിക, ഇന്ന് പുലർച്ചെ ഏതാണ്ട് 2 മണിയോടുകൂടിയാണ് വാഴൂർ സോമന്റെ മൃതദേഹം വണ്ടിപ്പെരിയാറിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിച്ചത്. ഇപ്പോൾ സമൂഹത്തിന്റെ നാനാതുറയിലുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് CPI-യുടെയും LDF-ന്റെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ, അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ, സമീപവാസികൾ, തോട്ടം തൊഴിലാളികൾ തുടങ്ങിയ വലിയ ആളുകൾ, ഒരു നീണ്ട നിര തന്നെയാണ് ഇപ്പോൾ മൃതദേഹം കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത്. 10:30 വരെ വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് 11 മണി മുതൽ വണ്ടിപ്പെരിയാർ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മൃതദേഹം മാറ്റും. വൈകിട്ട് 4 മണി വരെ ഇവിടെയാണ് പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് വണ്ടിപ്പെരിയാർ പഴയ പാമ്പരാജിലുള്ള SK ആനന്ദൻ സ്മൃതി കുടീരത്തിന് സമീപമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ആദ്യം വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിനാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ പിന്നീടാണ് അദ്ദേഹം ബന്ധുക്കളോട്, അദ്ദേഹത്തിന്റെ ഭാര്യയോടും മക്കളോടും ഉൾപ്പെടെയുള്ളവരോട് തനിക്ക് അന്തിമശ്രമം ഒരുക്കേണ്ടത് മുൻ CPI നേതാവായിരുന്ന SK ആനന്ദന്റെ സ്മൃതി കുടീരത്തിന് സമീപമായിരിക്കണം എന്ന ആഗ്രഹം പങ്കുവച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ അവിടേക്ക് മാറ്റുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിട്ടുള്ളത്. വൈകിട്ട് 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. CPI-യുടെ മന്ത്രിമാർ ഉൾപ്പെടെ വിവിധ മേഖലയിലുള്ള ജനപ്രതിനിധികളും മറ്റ് ട്രേഡ് യൂണിയൻ നേതാക്കളും ഉൾപ്പെടെയുള്ളവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. വലിയ ജനാവലിയാണ് ഇപ്പോൾ രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം കാണുന്നതിന് വേണ്ടി എത്തുന്നത്. നമുക്കറിയാം, ഏതാണ്ട് 5 പതിറ്റാണ്ടായി പീരുമേടിന്റെ തോട്ടം തൊഴിലാളി മേഖലയിൽ വളരെ സജീവമായി പ്രവർത്തിച്ച ആളായിരുന്നു വാഴൂർ സോമൻ. 2021 അദ്ദേഹം പീരുമേടിന്റെ ജനപ്രതിനിധിയായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. വളരെ ദീർഘകാലം തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടിയും കർഷകർക്ക് വേണ്ടിയും അതുപോലെ തന്നെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയുമുള്ള സമര പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ആളാണ് വാഴൂർ സോമൻ. ശരി, MC ബോബനാണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. കൊല്ലം ജില്ലയിൽ പകർച്ചവ്യാധികൾ തുടരുന്നു. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ജില്ലയിൽ പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 7ആയി. ജില്ലയിലെ മലയോര മേഖലകളിൽ ഉൾപ്പെടെ സ്ഥിതി ഗുരുതരമായി തന്നെ തുടരുമ്പോഴും പ്രതിരോധ നടപടികൾ കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നാണ് ആരോപണങ്ങൾ. എലിപ്പനി, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം തുടങ്ങി പകർച്ചവ്യാധികൾ എല്ലാം ഇപ്പോൾ കൊല്ലത്തെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. ജില്ലയുടെ കിഴക്കൻ മേഖലകളിലാണ് പകർച്ചവ്യാധികൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ നഗരപരിധിയിലും സ്ഥിതി വ്യത്യസ്തമല്ല. പ്രായമായവരിലും കുട്ടികളിലും പനി മൂലമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ കൂടുതലാണ്. വിട്ടുമാറാത്ത ചുമയും തളർച്ചയും ശരീരം മുഴുവനായുള്ള വേദനയുമാണ് പലരെയും അലട്ടുന്നത്. സ്കൂൾ കുട്ടികളുടെ ഇടയിലും പകർച്ചവ്യാധികൾ കൂടി വരുന്നതോടെ ക്ലാസുകൾക്ക് അവധി നൽകേണ്ട അവസ്ഥ വരെ ഉണ്ടായി. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ പനി ബാധിച്ചു ചികിത്സ തേടിയത് 4000-ഓളം രോഗികളാണ്. പരിശോധനകളിൽ ഡെങ്കിപ്പനി ബാധിച്ചാണ് ഇതിൽ കൂടുതൽ പേരും ആശുപത്രികളിൽ എത്തിയതെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തി. എലിപ്പനി ബാധിതരുടെ എണ്ണത്തിലും മുൻപുണ്ടായതിലും വർധനവുണ്ടായിട്ടുണ്ട്. ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് ഏറെ കാരണമാകുന്ന എലിപ്പനി മൂലമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മരണങ്ങൾ ഉണ്ടായതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പകർച്ചവ്യാധികൾ പിടിപെട്ട സർക്കാർ ആശുപത്രികളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ചികിത്സ തേടുന്നവരുടെ കണക്കുകൾ മാത്രമേ ആരോഗ്യവകുപ്പിന്റെ കൈവശമുള്ളൂ. സ്വകാര്യ ആശുപത്രികളിലും പനി ബാധിച്ചെത്തുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. പലരും സ്വയം ചികിത്സയിലൂടെ പനി കുറയുമെന്ന ധാരണയിൽ ചികിത്സ തേടാറുമില്ല. ജില്ലയിൽ ആരോഗ്യമേഖലയിൽ സ്ഥിതി ഗുരുതരമായി തുടരുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ല എന്ന പരാതികൾ ഉയരുന്നു. ഇക്കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ടുന്ന ആരോഗ്യവകുപ്പിന് ഇതിലൊന്നും മറുപടി പറയാൻ പോലും സമയമില്ല. പകർച്ചവ്യാധികൾ മരണക്കണക്കുകൾ ഉയർത്തുമ്പോഴും മീറ്റിംഗുകൾക്കായി മാത്രമാണ് ജില്ലാ ആരോഗ്യവകുപ്പും ജീവനക്കാരും സമയം ചിലവഴിക്കുന്നത്. പൊതുജനങ്ങൾക്കാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനോ പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനോ ആരോഗ്യവകുപ്പ് ജീവനക്കാർക്ക് കൃത്യമായി കഴിയുന്നില്ല. അമൃത ന്യൂസ്, കൊല്ലം. ബിസിനസ് വഞ്ചന കേസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആശ്വാസം. കീഴ്ക്കോടതി ചുമത്തിയ $454 മില്യൺ പിഴ 5-അംഗ അപ്പീൽ കോടതി റദ്ദാക്കി. കുറ്റം നടന്നിട്ടുണ്ടെന്നും എന്നാൽ ചുമത്തിയിരിക്കുന്ന പിഴ അമിതമെന്നുമാണ് 2 അപ്പീൽ ജഡ്ജിമാർ ഉത്തരവിൽ വ്യക്തമാക്കിയത്. കേസിൽ സമ്പൂർണ്ണ വിജയമെന്ന് ട്രംപ് പ്രതികരിച്ചു. എന്നാൽ വിധിക്കെതിരെ റിവ്യൂ ഹർജി നൽകുമെന്ന് ന്യൂയോർക്ക് അറ്റോർണി ജനറലിന്റെ ഓഫീസ് അറിയിച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ന്യൂയോർക്ക് കോടതി ഡൊണാൾഡ് ട്രംപിനെയും ട്രംപ് ഓർഗനൈസേഷനെയും ശിക്ഷിച്ചത്. ഓണക്കാലം അടുത്തിട്ടും ഏത്തക്കയ്ക്ക് വില ഉയരുന്നില്ല. ഇതോടെ ഇടുക്കിയിലെ ഏത്തവാഴ കർഷകർ കടുത്ത പ്രതിസന്ധിയിലായി. നിലവിൽ 40 രൂപയിൽ താഴെയാണ് ഏത്തക്കായയുടെ വില. പ്രതികൂലമായ കാലാവസ്ഥ ഇത്തവണ ഉൽപാദനക്കുറവിനും കാരണമായി. ഓണക്കാലത്തോടനുബന്ധിച്ച് വിളവെടുക്കാവുന്ന തരത്തിലാണ് ഇടുക്കി ഹൈറേഞ്ചിലെ ഏത്തവാഴ കർഷകർ കൃഷി ഇറക്കുന്നത്.
എന്നാൽ ഇത്തവണ ഇവരുടെ ഓണക്കാല പ്രതീക്ഷകൾ മങ്ങുകയാണ്. വിളവെടുപ്പ് ആരംഭിച്ചിട്ടും വില ഉയർന്നിട്ടില്ല. നിലവിൽ ലഭിക്കുന്നത് 38 രൂപ വരെ മാത്രം. ഇതുകൊണ്ട് മുടക്കുമുതൽ പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണ്. ഇത്തവണത്തെ പ്രതികൂല കാലാവസ്ഥയിൽ ഉൽപാദനത്തിലും കുറവുണ്ടായി. ഇതിനോടൊപ്പം വില ഇടിയുകയും ചെയ്തു. വിത്ത് വയ്ക്കുന്നത് മുതൽ കുല വെട്ടുന്നത് വരെയുള്ള പരിപാലന ചെലവ് കണക്കുകൂട്ടിയാൽ വാഴയൊന്നിന് 350 രൂപ മുതൽ മുടക്കാകും. ഇപ്പം നിർത്തി കളയാൻ കഴിയാലെന്ന് മാത്രം അതുകൊണ്ട് കൊണ്ടുപോവുകയാണ്. ഒരു വാഴയ്ക്ക് നമുക്കൊരു 300-ന് മുകളിൽ മുടക്ക് വരും. സർക്കാരിൽ നിന്ന് വരുന്നുണ്ട്, ഇത് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. ഞങ്ങൾ സ്വന്തമായിട്ട് പൈസ മുടക്കി കൃഷി ചെയ്യുന്നുള്ളൂ. ആനുകൂല്യങ്ങളായിട്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം സബ്സിഡി ഉണ്ടെന്നും പറഞ്ഞ് അപേക്ഷ കൊണ്ടുവച്ചു, പയറിനുണ്ട്, പാവലിനുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതുവരെ ഞങ്ങൾക്ക് പൈസയൊന്നും വന്നിട്ടില്ല. കാലവർഷത്തിലുണ്ടായ ശക്തമായ കാറ്റിൽ വ്യാപകമായി ഏത്തവാഴകൾ ഒടിഞ്ഞു വീണ് നശിച്ചിരുന്നു. സർക്കാർ സഹായങ്ങളും കർഷകർക്ക് ലഭിക്കുന്നില്ല. കൃഷി പരിപാലനത്തിന് ചെലവേറുകയും വിലയിടിയുകയും ചെയ്തതോടെ കർഷകർ കടബാധ്യതയിലേക്കും കൂപ്പുകുത്തി. പാട്ടത്തിനെടുത്ത സ്ഥലത്ത് ബാങ്ക് വായ്പയെടുത്താണ് പല കർഷകരും കൃഷി ഇറക്കിയിരിക്കുന്നത്. വിലയിടിവിൽ മുടക്കുമുതൽ പോലും തിരിച്ചു കിട്ടാത്ത സാഹചര്യത്തിൽ അടുത്ത തവണ കൃഷി തുടരാനാകാത്ത അവസ്ഥയിലാണ് കർഷകർ. അമൃത ന്യൂസ്, ഇടുക്കി. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. ഇന്നത്തെ വിപണി പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ആഴ്ചയിലെ അവധി വ്യാപാര കരാറുകൾ അവസാനിക്കുന്ന ദിവസമായതുകൊണ്ട് അതിൻ്റെ ഒരു സ്വാധീനമുണ്ടും. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കുകയും വേണം. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ നിക്ഷേപത്തിലേക്ക് തിരിഞ്ഞത് ഒരു പ്രോത്സാഹനം തന്നെയാണ്. ഇന്നലെ ഏതാണ്ട് 1244 കോടി രൂപയുടെ നിക്ഷേപമാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വിൽപ്പനയുടെ തോത് ഒന്ന് കുറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല, ചില ദിവസങ്ങളിൽ നേരിയ തോതിലെങ്കിലും നിക്ഷേപം നടത്തുകയും ചെയ്തിരുന്നു. ഇന്നലെ നിക്ഷേപത്തിലേക്ക് തിരിഞ്ഞത് വലിയ ഒരു പ്രതീക്ഷ വിപണിക്ക് നൽകുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി തുടർച്ചയായി വലിയ തോതിലുള്ള വിൽപ്പന വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ആഗോള സാഹചര്യങ്ങളും ആഗോള വിപണികളും എല്ലാം ഉയർന്നു നിൽക്കുമ്പോഴും നമ്മുടെ വിപണിയുടെ വിൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും അവർ നിക്ഷേപം തുടരുകയാണ്. തീർച്ചയായും അത് വിപണി മുന്നോട്ട് നീങ്ങാൻ സഹായമാവുകയും ചെയ്യും. മുന്നൽ സൂചിക നിഫ്റ്റി തുടർച്ചയായി 25,000-ന് മുകളിൽ തന്നെ വ്യാപാരം തുടരുന്നതും വിപണി മുന്നോട്ട് നീങ്ങുമെന്ന പ്രതീക്ഷ നൽകുന്നുണ്ട്. സാങ്കേതികമായി 25,120 എന്ന നിലവാരമാണ് നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരം മറികടന്ന് വ്യാപാരം തുടരേണ്ടതുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് നീങ്ങുമെന്നുള്ള പ്രതീക്ഷയുള്ളൂ. എന്തായാലും വരും ദിവസങ്ങളിലും നിക്ഷേപ താൽപ്പര്യം തുറന്നേക്കും എന്ന പ്രതീക്ഷയാണ് വിപണിയിലുള്ളത്. ഇന്നും നേരിയ നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ശരി, വളരെയധികം നന്ദി ശ്രീ കെ ദിലീപ്. ഉപഭോക്തൃ നിയമ പോരാട്ട വഴികളിൽ നീതി നിഷേധിക്കപ്പെട്ടവർ നിരവധി പേർക്ക് സഹായവുമായാണ് കോട്ടില വക്കീലായ കോതമംഗലം സ്വദേശി ഗോപാലൻ വെണ്ടുവഴി. നിയമവിരുദ്ധമില്ലാതിരുന്നിട്ടും ഉപഭോക്തൃ കോടതികളിൽ മറ്റുള്ളവർക്ക് വേണ്ടി കേസുകൾ വാദിച്ച് ജയിക്കുന്ന ഗോപാലൻ വെണ്ടുവഴിയുടെ അസാധാരണ ജീവിതം നിയമ വിദ്യാർത്ഥികൾക്കും പഠന വിഷയമാക്കാവുന്നതാണ്. 13 വർഷം മുമ്പ് തനിക്കുണ്ടായ ഒരു നീതി നിഷേധത്തിനെതിരെ ഉപഭോക്തൃ കോടതിയിൽ സ്വയം വാദിച്ച് ജയിച്ചതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഗോപാലൻ വെണ്ടുവഴി നിയമരംഗത്തേക്ക് കടന്നുവന്നത്. ഇപ്പോൾ കേസുകൾ ഗോപാൽ മാഷിന് സ്വന്തം കാര്യങ്ങൾ മാത്രമല്ല, നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് അവർക്ക് വേണ്ടി നിരന്തരം എറണാകുളത്തും തിരുവനന്തപുരത്തും നിയമബിരുദത്തിന്റെ പിൻബലമില്ലാതെ കോടതികളിൽ ഹാജരാകുന്നു. ഇതിനു മുമ്പ് ഞാനൊരു 10 വർഷം ലീഗൽ സർവീസ് അതോറിറ്റിയിൽ PLV ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ പൊതു നിയമങ്ങളെക്കുറിച്ച് എനിക്ക് നന്നായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് കൺസ്യൂമർ കോർട്ടിൽ മറ്റുള്ളവർക്ക് വേണ്ടി വാദിക്കുമ്പോൾ എനിക്കത് ഗുണം ചെയ്തിട്ടുണ്ട്. കൺസ്യൂമർ കോടതിയിൽ കേസ് വാദിക്കണമെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ മാത്രം അറിഞ്ഞാൽ പോരാ, മറ്റ് അനുബന്ധ നിയമങ്ങളൊക്കെ ഉണ്ട്. ഗ്രന്ഥകാരനും വിവരാവകാശ പ്രവർത്തകനും അധ്യാപകനുമായ ഗോപാൽ മാഷ് ഉപഭോക്തൃ ജാഗ്രതാ സമിതി, വിവരാവകാശ സമിതി, ശബരി റെയിൽ സമരസമിതി തുടങ്ങിയവയുടെ ഭാരവാഹി എന്ന നിലയിലും പൊതുരംഗത്ത് സജീവ സാന്നിധ്യമാണ്. കർഷകർ, സാധാരണക്കാർ, ഇൻഷുറൻസ് ഉപഭോക്താക്കൾ എന്നിവരുടെ പരാതികളാണ് കൂടുതലും ഗോപാൽ മാഷ് ഏറ്റെടുത്തത്. നിയമത്തിന്റെ ആനുകൂല്യമുണ്ടെങ്കിലും തന്നെപ്പോലെയുള്ളവർ ഈ രംഗത്തെ കടന്നു വരുന്നില്ല എന്ന സാഹചര്യവും ഗോപാലൻ മാഷ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇങ്ങനൊരു പ്രൊവിഷൻ, ഇങ്ങനൊരു സാഹചര്യം കൺസ്യൂമർ ലോയിൽ ഉണ്ടെന്ന് ജനങ്ങൾക്ക് ആർക്കും തന്നെ അറിയില്ല. ഏതൊരു ആളുകൾക്കും കൺസ്യൂമർ കോടതി മുമ്പാകെ വന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയോ അവനവന് വേണ്ടിയോ കേസ് വാദിക്കാനുള്ള റെഗുലേഷനും നിയമങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ കൺസ്യൂമർ കോർട്ടിലാണ് കേസ് ആർഗ്യൂ ചെയ്യുന്നതെങ്കിലും സുപ്രീം കോടതിയുടെ വിധികൾ, അതുപോലെ ദേശീയ കൺസ്യൂമർ കോടതികളുടെ വിധികൾ, സ്റ്റേറ്റ് കമ്മീഷൻ്റെ വിധികൾ, ഈ വിധിപ്പകർപ്പുകളൊക്കെ നമ്മൾ വായിച്ച് പഠിച്ച് ഇരിക്കുന്നത് നല്ലതാണ്. ഉപഭോക്തൃ നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ സെമിനാറുകൾ രാജ്യത്തുടനീളം സംഘടിപ്പിക്കണമെന്നും കോടതി നടപടികൾ ലളിതമാക്കണമെന്നും കേസുകൾ അനന്തമായി നീളുന്നത് അവസാനിപ്പിക്കുന്നതിന് നടപടിയെടുക്കണമെന്നും കൺസ്യൂമർ കോടതികളിലേക്ക് തന്നെ പോലെയുള്ള നോൺ അഡ്വക്കേറ്റുമാർ ധാരാളമായി കടന്നു വരണമെന്നാണ് ഗോപാലൻ വെണ്ടുവഴിയുടെ ആഗ്രഹം. അമൃത ന്യൂസ്, കൊച്ചി.
അമൃത ടിവിയുടെ 20ാം പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി യുഎഇയിൽ നിന്നും പ്രേക്ഷകർക്കൊപ്പം നടത്തുന്ന വിദേശയാത്രയ്ക്ക് അവസരം ലഭിച്ച ആദ്യത്തെ 4 വിജയികളെ പ്രഖ്യാപിച്ചു. ലെറ്റ്സ് ട്രാവൽ എന്ന് പേരിട്ടിരിക്കുന്ന യാത്രയുടെ ഫ്രാഗ്രൻസ് പാർട്ണറായ റിയൽ മാൻ പെർഫ്യൂംസിന്റെ ദുബായിലെ ഓഫീസിൽ നടന്ന ചടങ്ങിലാണ് വിജയികളെ സ്വീകരിച്ചത്. അമൃത ടിവി ലെറ്റ്സ് ട്രാവൽ അമൃത ടിവിയുടെ 20ാം പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി യുഎഇയിലെ പ്രേക്ഷകർക്കൊപ്പം നടത്തുന്ന വിദേശയാത്ര തായ്ലൻഡിലെ ഫുക്കറ്റിലേക്കാണ്. യാത്രയുടെ ഫ്രാഗ്രൻസ് പാർട്ണറായി അമൃത ടിവിക്കൊപ്പമുള്ള റിയൽമാൻ പെർഫ്യൂംസിന്റെ ദുബായിലെ ഓഫീസിൽ നടന്ന ചടങ്ങിലാണ് ലെറ്റ്സ് ട്രാവലിൽ പങ്കുചേരാൻ ആദ്യ അവസരം ലഭിച്ചവരെ സ്വീകരിച്ചത്. റിയൽമാൻ പെർഫ്യൂം വാങ്ങി ഇൻവോയ്സ് അയച്ചവരിൽ നിന്നും വിജയിയായ ആതിര സതീഷ്, ആരാണ് സെലിബ്രിറ്റി എന്ന കോൺടെസ്റ്റിൽ വിജയിച്ച ആയിഷ ഷിഫാന, ടാഗ്യൂർ ട്രാവൽ ബഡി ക്യാമ്പയിനിൽ വിജയിച്ച ഡേവിസ് ജോർജ്, സ്പോട്ട് ദി ലൊക്കേഷൻ കോൺടെസ്റ്റിൽ വിജയിച്ച മുഹമ്മദ് ഫൈസ് എന്നിവരെയാണ് റിയൽമാൻ ഗിഫ്റ്റ് ഹാമ്പർ നൽകി സ്വീകരിച്ചത്. സെപ്റ്റംബർ 24 മുതൽ 28 വരെ നടക്കുന്ന ഫുക്കറ്റ് യാത്രയിൽ മലയാളികളുടെ പ്രിയപ്പെട്ട മിഥുൻ രമേശും ഉണ്ടാകും. 4 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയിൽ പങ്കുചേരാൻ പ്രേക്ഷകർക്ക് അവസരം ലഭിക്കുന്ന വിവിധ കോൺടെസ്റ്റുകൾ അമൃത ടിവി മിഡിൽ ഈസ്റ്റിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ നടക്കുന്നുണ്ട്. റിയൽമാൻ പെർഫ്യൂംസ് നിർമ്മാതാക്കളായ വിനി ഇന്റർനാഷണൽ സെയിൽസ് ഡയറക്ടർ ജഗദീഷ് മങ്ങാട്ട്, ബിസിനസ് ഹെഡ് ഷൈജൻ ജോർജ്, സോഷ്യൽ മീഡിയ മാനേജർ ഋഷഭ് സേത്ത്, അമൃത ടിവി ലെറ്റ്സ് ട്രാവലിന്റെ പ്രധാന സ്പോൺസർ ഗോകൈറ്റ് ട്രാവൽ ആൻഡ് ടൂർസ് മാർക്കറ്റിംഗ് മാനേജർ വിജിത്ത്, അമൃത ടിവി മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിംഗ് ഹെഡ് എസ് ശ്രീകുമാർ, മാർക്കറ്റിംഗ് മാനേജർ ഋഷി കെഎസ്, അഡ്മിൻ മാനേജർ പ്രശാന്ത് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്, ദുബായ്. പുന്നമടക്കായലിലെ ഓളപ്പരപ്പുകളിൽ ആവേശത്തിര ഉയരാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കോട്ടയം ജില്ലയിലെ പനച്ചിക്കാടുമുണ്ട് വള്ളംകളിയുടെ ആവേശം നെഞ്ചേറ്റിയവർ. ഓളപ്പരപ്പിലെ പോരാളികൾക്കായി തുഴകൾ നിർമ്മിക്കുന്ന തിരക്കിലാണിവർ. അത് മറ്റാരുമല്ല, പനച്ചിക്കാട്ടെ വേമ്പനാട് റെഡർ വർക്സിലെ തുഴ നിർമ്മിക്കുന്നവരാണ്. കാണാം തുഴ നിർമ്മാണത്തിന്റെ വിശേഷങ്ങൾ. നല്ല കാരിരുമ്പ് പോലെ കറുത്ത കരുത്തുള്ള പനയലകുകൾ അളന്നു മുറിച്ച് ചെത്തിമിനുക്കി കൈപ്പിടിയും വെച്ചു പിടിപ്പിച്ച് കളിയോടങ്ങൾക്കുള്ള തുഴകളാക്കി മാറ്റുകയാണിവർ. ഓണക്കാലം എത്തും മുമ്പേ ഇവിടെ തിരക്കേറും. ആലപ്പുഴയിൽ നിന്ന് മാത്രം 1000-ലധികം തുഴകൾക്കാണ് ഓരോ വർഷവും ഓർഡറുകൾ ലഭിക്കുക. വള്ളംകളി സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് സ്ഥിരമായി ഓർഡർ നൽകി വരുന്ന 12ഓളം ബോട്ട് ക്ലബ്ബുകളുമുണ്ട്. നമ്മൾ 52, 50, 49, 46, 47, 48 പല അളവാണ്. പിന്നെ 60-ൻ്റെ ഒക്കെ ഉണ്ട്. പല അളവുകളാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അവർ പറയുന്ന രീതിയിലുള്ള അളവ്, അവർ തരുന്ന അളവ്, വള്ളക്കാർ തരുന്നത് അവരിവിടെ കൊണ്ട് നമുക്ക് ഓർഡർ തരും. അതനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുക. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ നിന്നാണ് തുഴ നിർമ്മിക്കാനുള്ള പന അലകുകൾ എത്തിക്കുക. പല അളവുകളിലുള്ള തുഴകളാണ് നിർമ്മിക്കുന്നത്. ഈ രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമാണ് വേമ്പനാട് തുഴ വർക്സിന്റെ കൈമുതൽ. ചരിത്രം എൻ്റെ വല്യപ്പൻ്റെ കാലം മുതൽ തുടങ്ങിയതാണ്. ഞാൻ 18 വയസ്സിൽ തുടങ്ങിയ പണി. ഇപ്പം എനിക്ക് വയസ്സ് 65 കഴിഞ്ഞു. കേരളത്തിലുള്ള പ്രമുഖ ടീമിനെല്ലാം ഞാൻ കൊടുക്കുന്നത്. പള്ളിയോടങ്ങൾക്കും കളിവള്ളങ്ങൾക്കും വേണ്ടി മാത്രമല്ല, ആലപ്പുഴ, കൊല്ലം ജില്ലകളിലേക്ക് കടത്ത് യാത്രാവള്ളങ്ങൾക്ക് വേണ്ടിയും തുഴകൾ ധാരാളമായി നിർമ്മിച്ചു നൽകുന്നുണ്ട്. കട്ടിംഗ് മെഷീനും ഉളിയും ചിന്തേരുമടക്കം പലതരം പണിയായുധങ്ങൾ ഉപയോഗിച്ചുള്ള നിർമ്മാണമാണെങ്കിലും ഓരോ തുഴയും തയ്യാറാക്കാൻ സമയം 1 മുതൽ 2 മണിക്കൂർ വരെ വേണം. അത്ര സൂക്ഷ്മതയോടെയാണ് നിർമ്മാണം. ബിനുവും ജോയിയും കൊച്ചുമോനും പിന്നെ 2 രാജേഷുമാരും ഇപ്പോൾ കയ്യും മെയ്യും മറന്നുള്ള പണിയിലാണ്. നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുന്ന പല ബോട്ട് ക്ലബ്ബുകൾക്ക് വേണ്ടി തുഴകൾ തയ്യാറാക്കാൻ. അമൃത ന്യൂസ്, കോട്ടയം. ഇതോടെ ഗുഡ് മോർണിംഗ് എല്ലാം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.